ഇക്കൊല്ലത്തെ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് വിമർശനാത്മക ചിന്ത, വിവേകശേഷി, അതിൽ വിവേചന ബുദ്ധി, ഇതൊക്കെ വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ പുതിയ പാഠ്യപദ്ധതി എന്ന്. നല്ല കാര്യമാണ്. കാരണം ഈ നിർമ്മിത ബുദ്ധി യുഗത്തിൽ ഇത് ഏറ്റവും അത്യാവശ്യമാണിത്. അപ്പോൾ ഈ ഒരു വിമർശനാത്മക ബുദ്ധിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ VS അച്യുതാനന്ദനും അതോടൊപ്പം ശബരിമലയിൽ ട്രാക്ടർ യാത്ര നടത്തിയ നമ്മുടെ ADGP MR അജിത് കുമാർ, ഇവർ തമ്മിൽ ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഏതെങ്കിലും പൊതു സ്വഭാവം, കേരളത്തിൻ്റെതായ ഒരു പൊതു സ്വഭാവം അടങ്ങിയിട്ടുണ്ടോ? നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിലോ അതല്ലെങ്കിൽ അവരെ ഒരു താരതമ്യത്തിനോ നമുക്ക് വിധേയമാക്കാൻ സാധ്യമല്ല. എന്നാൽ ഭാരതീയ ദർശനം അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതി മുന്നോട്ട് വയ്ക്കുന്ന സൗന്ദര്യത്തിൻ്റെ വഴിയിലൂടെ വിമർശനാത്മക ബുദ്ധിയോടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടത് കാണാൻ കഴിയും. നമസ്കാരം. നമ്മുടെ വിഷയം VSഉം MR അജിത് കുമാറിൻ്റെ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയും, അതല്ലെങ്കിൽ MR അജിത് കുമാർ തന്നെ എടുക്കുക. ഇവർ തമ്മിൽ എന്തെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പൊതു സ്വഭാവം ഇവരിൽ കാണാൻ കഴിയും. അതായത് VS പൂർണ്ണമായിട്ടും ഭാരതീയ സംസ്കൃതിയെ നിഷേധിച്ച് ജീവിച്ച മനുഷ്യനാണ്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭാരതീയ സംസ്കൃതിയിൽക്കകത്ത് ഉള്ളിൽ നിന്നുള്ള ജീവിതമാണ് അദ്ദേഹം ജീവിച്ചത്. അജിത് കുമാർ ആണെങ്കിൽ ഭാരതീയ സംസ്കൃതിയുടെ എല്ലാ ബാഹ്യ ആചാരങ്ങളെയും പൂർണ്ണമായും ശിരസാവഹിച്ച് നടപ്പിലാക്കി, അതല്ലെങ്കിൽ അത് ആചരിച്ച് മുക്തി നേടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. ഇതിന് രണ്ടിനുമിടയിലാണ് യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കൃതി അല്ലെങ്കിൽ നമ്മുടെ രാമായണം ഞെരുങ്ങി ഈ രണ്ട് ചക്രങ്ങൾക്കിടയിൽ ആണ് രാമായണവും ഭാരതീയ സംസ്കൃതിയും ഞെരുങ്ങി മലയാളിക്ക് അന്യമാകുന്നതും സകലവിധ അശകുശകളും കൺഫ്യൂഷനും എല്ലാം ഉണ്ടാകുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. ഭാരതീയ സംസ്കൃതിയുടെ ഒരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, രാമായണവും മഹാഭാരതവും ഈ രണ്ട് ഇതിഹാസ കാവ്യങ്ങൾ ഇത് കൈലാസം മുതൽ കന്യാകുമാരി വരെ വളരെ ഭദ്രമായ രീതിയിൽ ഇത് പ്രാദേശികമായിട്ട് ഓരോ സ്ഥലവുമായി ബന്ധപ്പെടുത്തിയും കാണുന്ന കാഴ്ചകളും കേൾവികളും എല്ലാം ഓരോ വാതിലുകളാക്കി വെച്ചിട്ടാണ് ഈ സംസ്കാരത്തിൻ്റെ സൗന്ദര്യാത്മകമായ വിന്യാസം എന്ന് പറയുന്നത്. ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ആ വാക്കിനെ ഒരു വാതിലാക്കി ഈ സംസ്കൃതിക്കുള്ളിലേക്ക് ആർക്ക് വേണമെങ്കിലും കിടക്കാം. പക്ഷേ ആ വാതിൽ അതിമനോഹരമായ മണിച്ചിത്ര താഴ്കൊണ്ട് കൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ താക്കോൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം. അതിൽ ജാതി, മതം, പ്രായം, ലിംഗം, ദേശം ഒന്നും തന്നെ പരിഗണനീയമല്ല. പക്ഷെ ആ താക്കോൽ എടുക്കാൻ തയ്യാറാകണം. ആ തയ്യാറാകാത്തത് കൊണ്ടാണ് 102 വയസ്സുവരെ നമ്മളുടെ പ്രിയപ്പെട്ട VS ജീവിച്ചിട്ടും അദ്ദേഹത്തിന് ആ സൗന്ദര്യത്തിൻ്റെ അനുഭൂതി അറിയാതെ, എന്താണ് സൗന്ദര്യം, ഭാരതീയ സംസ്കൃതിയുടെ സൗന്ദര്യം എന്താണ്, മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ ആ അറിയേണ്ട സൗന്ദര്യം എന്താണ് എന്നറിയാതെ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞത്. ഈ സംസ്കൃതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേൾവിയും കാഴ്ചയും നേരത്തെ പറഞ്ഞതുപോലെ വാതിലാണ്. അച്യുതാനന്ദൻ, ആ പേരിൻ്റെ അർത്ഥം അറിയാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ അദ്ദേഹത്തിന് താക്കോല് കിട്ടുകയായി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശങ്കരൻ, അദ്ദേഹം തുടർന്നു വന്ന സംസ്കാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് VSന് അച്യുതാനന്ദൻ എന്ന പേര് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന് അത് ആസ്വദിക്കാൻ കഴിയാതെ പോയി. അതുപോലെ MR അജിത് കുമാറിനെ എടുത്ത് നോക്കുക. പഠിക്കാൻ സമർത്ഥൻ, അതേപോലെ ഏറ്റവും ഉന്നതമായ സിവിൽ സർവീസ് പരീക്ഷ അദ്ദേഹം പാസ്സായി. ഇപ്പോൾ ADGP, സാമ്പത്തികമായിട്ടും പ്രശ്നമില്ല, ഭൗതികമായിട്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് എവിടെയോ ശാന്തി കിട്ടുന്നില്ല, അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിലപ്പോൾ ആഗ്രഹം നടപ്പിലാകാൻ വേണ്ടിയായിരിക്കും. ആ ആഗ്രഹം നടപ്പിലാക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥതയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി, അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം ഈ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. ഈ രണ്ട് തലത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്കും
അവരുടേതായ രീതിയിൽ ജീവിച്ചു പോകാനുള്ള പ്രതലം ഒരുക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും സവിശേഷമായ മറ്റൊരു മഹാത്മ്യം എന്ന് പറയുന്നത്. കാരണം ഈ സംസ്കൃതി എന്ന് പറയുന്നത് അടിമുടി സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് ഈ എല്ലാവർക്കും ആ സൗന്ദര്യത്തിനുള്ളിൽ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവസരം, സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആവിഷ്കൃത സ്വഭാവം തന്നെയാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇവിടെ രാമായണ മാസത്തിൻ്റെ, ഇപ്പോൾ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണല്ലോ, ഈ രാമായണ മാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ എം.ആർ. അജിത് കുമാറിലേക്ക് ഒന്ന് നോക്കുക. എം.ആർ. അജിത് കുമാർ എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോയത്? ശബരിമലയിൽ ഇപ്പം നവഗ്രഹ പ്രതിഷ്ഠ നടക്കുന്നു അത്രേ. അത് ഒരു അനാചാരം തന്നെയാണ്, അത് വേറൊരു വിഷയം, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ നവഗ്രഹ പ്രതിഷ്ഠ കണ്ട് തൊഴാൻ വേണ്ടിയാണ് അജിത് കുമാർ പോകുന്നത്. അപ്പം അജിത് കുമാറിൻ്റെ ധാരണ എന്ന് പറയുന്നത് അവിടെ എത്തി ഈ നവഗ്രഹ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തൊഴുതു കഴിഞ്ഞാൽ പുണ്യം കിട്ടും എന്നുള്ളൊരു ധാരണയാണ്. അതിന് അദ്ദേഹം പമ്പയിലെത്തി അവിടെ നിന്ന് ട്രാക്ടറിലേക്ക് പോകുന്നു. ഹൈക്കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ട്, ഉത്തരവുണ്ട്, ട്രാക്ടറിൽ ഡ്രൈവർ അല്ലാതെ വേറെ ആരും ഉണ്ടാവരുത്. പക്ഷേ അദ്ദേഹം അത് ലംഘിക്കുന്നു. എന്തിനു വേണ്ടി? പുണ്യം നേടാനായിട്ട് മുകളിലെത്താൻ വേണ്ടിയുള്ള എളുപ്പവഴി. ഇത് തന്നെയാണ് രാവണനും ചെയ്തത്. രാവണൻ ആള് മോശക്കാരനല്ല. രാവണനെ പോലെ ഒരു ഗംഭീരനായ ബുദ്ധിമാൻ, ആർക്കിടെക്റ്റാണ്, വ്യാകരണ വിദഗ്ധനാണ്, അതേപോലെ സംഗീതജ്ഞനാണ്, സംഗീത ഉപകരണം ഉണ്ടാക്കിയ മനുഷ്യനാണ്. അതായത് രുദ്രവീണ രാവണൻ ഉണ്ടാക്കിയതാണ്. അതേപോലെ ആയുർവേദ വിദഗ്ധനാണ്. ഇപ്പം രാവണൻ തയ്യാറാക്കിയ പുസ്തകമാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ആയുർവേദ കോഴ്സിന് പഠിപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു. എനിക്ക് ഉറപ്പില്ല, ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അസാധ്യമായ ബുദ്ധിമാനായ ബുദ്ധിശേഷിയുള്ള വ്യക്തിയാണ് രാവണൻ എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ടാണ് രാവണന് 10 തല രാമായണത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ. പക്ഷേ രാവണൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, രാവണൻ ഇതിനേക്കാളൊക്കെ ഉപരി അസാധ്യമായ ശിവഭക്തനുമായിരുന്നു. ഭക്തിക്കും കുറവില്ല. പക്ഷേ ആ ഭക്തിയുടെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് തപസ് ചെയ്തിട്ട് ശിവന്റെ കയ്യിൽ നിന്ന് വരം വാങ്ങിയത്. അതായത് മനുഷ്യന്മാരല്ലാതെ വേറെ ആർക്കും രാവണനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള വരം വാങ്ങിയത്. കാര്യം മനുഷ്യന്റെ കാര്യത്തിൽ രാവണന് വലിയ പ്രശ്നമില്ല. കാര്യം മനുഷ്യനെയൊക്കെ ഡീൽ ചെയ്യാൻ തനിക്ക് നിസ്സാരമായിട്ട് സാധിക്കുമെന്നുള്ള ഒരു അഹന്തയും ഒക്കെ രാവണനുണ്ടായിരുന്നു. പക്ഷെ രാവണന്റെ ഏക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യമൊക്കെ വളരെ ഉദാത്തമാണ്. പക്ഷേ വഴി എന്ന് പറയുന്നത് കുറുക്ക് വഴിയാണ് മൂപ്പരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ കുറുക്ക് വഴിയിലൂടെ ഇത് നേടുക, ആ കുറുക്ക് വഴിയിലൂടെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും എന്ന് വെച്ചാൽ അക്ഷമ തന്നെയാണ്. അപ്പം ക്ഷമ എന്ന് പറയുന്നത് ഒരു വഴിയാണ്. ഇപ്പം ശബരിമല സന്നിധാനത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ മല കയറി വളരെ പ്രയത്നം ചെയ്ത് വേണം മുകളിലെത്താനായിട്ട്. ശബരിമല എത്തേണ്ടവരും അങ്ങനെയുള്ളവർ മാത്രമേ ശബരിമലയിൽ എത്തേണ്ട ആവശ്യവുമുള്ളൂ. ഈ പ്രയത്നത്തിൻ്റെ വഴിയിലൂടെ സത്യത്തിനെ കണ്ടെത്താൻ പ്രയത്നിക്കാൻ തയ്യാറുള്ളവർ മാത്രം എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് സന്നിധാനം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അജിത് കുമാറിനും ഈ രാവണന്റെ ഒരു സ്വഭാവം കടന്നുകൂടി. പെട്ടെന്ന് കാര്യം സാധിക്കുക. ഈ അജിത് കുമാറിന് മാത്രമല്ല ഈ സ്വഭാവമുള്ളത്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്. ഉദാഹരണത്തിന് ഗുരുവായൂരിൽ വലിയ ഭക്തരാണ്. പക്ഷേ ഗുരുവായൂരിൽ പോകുന്നതിന് മുമ്പ് ആദ്യമേ പരിചയമുള്ളവരെയൊക്കെ വിളിച്ചു ചോദിക്കും, അവിടെ ആരെയെങ്കിലും പരിചയമുണ്ടോ, ഒന്ന് പെട്ടെന്ന് കയറി ഭഗവാനെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അവിടെ പോയിട്ട് 1000 രൂപ കൊടുത്തിട്ട് പ്രത്യേക ദർശനം വാങ്ങിക്കുന്നു. ഇതൊക്കെ ഈ രാവണത്വ സ്വഭാവമാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണേ കുറുക്ക് വഴി. അപ്പൊ കുറുക്ക് വഴി അല്ലെങ്കിൽ അക്ഷമ, ഈ ഒരു സംഗതിയെ എങ്ങനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും? ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ രാമായണം നമ്മളോട് സംസാരിക്കുന്നതും പറയുന്നതും. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും? അത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ വളരെ കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷേ രാവണനെ പോലെ ബുദ്ധിമാനായ മനുഷ്യൻ, ഒരു വ്യക്തിക്ക് പോലും, അസാധ്യ ബുദ്ധിശേഷിയുള്ള വ്യക്തിക്ക് പോലും അത് സാധ്യമായില്ല. ഇത് ഓരോ മനുഷ്യനിലും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ എം.ആർ. അജിത് കുമാറിനെതിരെ മാധ്യമങ്ങളെല്ലാം വളരെയധികം അദ്ദേഹത്തിനെതിരെ ഈ ഒരു നിയമലംഘനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ഒട്ടനെ ശിക്ഷിച്ചേ പറ്റൂ.
അത് ശിക്ഷ ഒരാളെ തെറ്റിതിരുത്താനുള്ള വ്യഗ്രത കൊണ്ടല്ല, മറിച്ച് ഒരു പ്രതികാരദാഹം വരികയാണ് ചെയ്യുന്നത്. ഈ പ്രതികാരദാഹം രാവണത്വമാണ്. അതേപോലെ ഒരു ചാനൽ നയിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു അവതാരകനോ ഒരു ചാനൽ മാധ്യമ പ്രവർത്തകനോ തങ്ങളുടെ ചാനലിന് വേണ്ടി റേറ്റിങ്ങിന് ഉതകുന്ന രീതിയിലൊരു സമീപനം എടുക്കുകയാണ്, ഒരു വാർത്ത കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ വരുന്നത് രാവണത്വമാണ്. അപ്പൊ ഇതെല്ലാം മനുഷ്യനിലും ഉണ്ട്. അപ്പൊ ഈ മനുഷ്യനിലുള്ള ഈ രാവണത്വമാണ് സകല ബന്ധങ്ങളെയും അശകുശയാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നെങ്ങനെ പുറത്തു വരാൻ കഴിയും എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ രാമായണ മാസം എന്ന് പറയുന്നത്. രാമായണമായിക്കോട്ടെ, മഹാഭാരതമായിക്കോട്ടെ, അല്ലെങ്കിൽ ഭഗവത്ഗീത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭാരതത്തിലെ ഏത് ആചാരമായിക്കോട്ടെ, ഈ ആചാരങ്ങളെല്ലാം വിമർശനാത്മക ചിന്തയിലേക്ക് ഓരോ വ്യക്തിയെയും ഓരോ വ്യക്തിയുടെ ശേഷിക്കനുസരിച്ചിട്ട് വിമർശനാത്മക ചിന്തയിലേക്ക് കൊണ്ടുപോയി ഈ പറഞ്ഞതുപോലെ സുഖത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. രാമായണത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ അജിത് കുമാറിനും അത് മനസ്സിലാവുന്നില്ല. 102 വയസ്സ് വരെ ജീവിച്ചിട്ട് അച്യുതാനന്ദൻ എന്ന പേര് വഹിച്ചിട്ട് പോലും എന്താണ് അച്യുതാനന്ദം, ഈ അച്യുതാനന്ദം എന്തറിയുക എന്നുള്ളത് തന്നെയാണ് രാമായണം എന്ന് പറയുന്നത്. അതും അദ്ദേഹത്തിന് അതിൻ്റെ അനുഭൂതി തലത്തിൽ അനുഭവിക്കാൻ കഴിയാതെ അദ്ദേഹം ഇവിടെ പറഞ്ഞു. അപ്പം ഈ ഒരു അവസ്ഥയാണ് കേരളത്തിൻ്റെ പൊതുവായൊരവസ്ഥ. ഈ രണ്ടവസ്ഥക്കിടയിൽ കിടന്നാണ് മലയാളിയുടെ സൗന്ദര്യം ഞെങ്ങി ഞെരുങ്ങി ഇല്ലാണ്ടാവുന്നത്. ഈ സൗന്ദര്യമില്ലായ്മയുടെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയാണെങ്കിലും ലഹരിയുടെ പേരിൽ വരുന്ന വാർത്തയാണെങ്കിലും അങ്ങനെയുള്ള അശുഭകരമായ എല്ലാ വാർത്തകളുടെയും ഉറവിടം തേടുകയാണെങ്കിൽ ഈ സൗന്ദര്യത്തിൻ്റെ അഭാവത്തിൽ നിന്നാണെന്ന് കണ്ടെത്താൻ കഴിയും.